Hello everyone, welcome to EduPod Plus 1 Humanities. It's me, Nafi. എല്ലാവർക്കും മക്കളെ EduPod Plus 1 Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ അത്യാവശ്യം നല്ല വെയിറ്റേജിൽ 5-6 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ആണ് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതായത് നിങ്ങൾ എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനമായും പഠിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. അതിന് മുന്നേ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ, സ്റ്റഡി ലീവ് ആണോ അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ് ഉണ്ടോ, നിങ്ങൾ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. 2, നിങ്ങൾ ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം +1 ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവത്തിന് ഈ 8ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? നമ്മുടെ ലണ്ടനിലാണ്. അപ്പോൾ ലണ്ടനിൽ എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം ആരംഭിച്ചത്, അതിനുള്ള റീസൺസ്, കാരണങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ കോട്ടൺ ഇൻഡസ്ട്രി ആൻഡ് മെഷീൻസിൽ ഇതിൽ പരുത്തി തുണി വ്യവസായത്തെക്കുറിച്ചിട്ടും അവിടെയുള്ള മെഷീൻസ് അല്ലേ, അതായത് സ്പിന്നിങ് ജെന്നി ഉണ്ട്, പവർ ലൂം ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് മെഷീൻസ്, ആ മെഷീൻസിൻ്റെ ഇൻവെൻറ്റേഴ്സ്, അതായത് അത് കണ്ടുപിടിച്ച ആളുകളുടെ പേരിലൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ബ്രിട്ടനിലെ കോൾ ആൻഡ് അയൺ, അതായത് കൽക്കരിയെക്കുറിച്ചിട്ടും ഇരുമ്പിനെ കുറിച്ചിട്ടും, അതായത് ഈ ഒരു കൽക്കരി പാടങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതേപോലെ അയൺ ഇൻഡസ്ട്രി, ഇരുമ്പ് വ്യവസായത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ബ്രിട്ടനിലെ കനാൽ ആൻഡ് റെയിൽവേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 2-3 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കനാൽ ആൻഡ് റെയിൽവേ, അതായത് ബ്രിട്ടനിൽ കനാൽ മാനിയും റെയിൽവേ മാനിയും ഒക്കെ ഉണ്ട്. ഫസ്റ്റത്തെ കനാലുകൾ അല്ലേ, അതായത് കനാലിനെ കുറിച്ചിട്ടും ആ റെയിൽവേ ലൈനിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കഴിഞ്ഞ നാളത്തെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് എഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് എന്താണ് വ്യവസായവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ. വ്യവസായവൽക്കരണം കാരണം ആരെ ബാധിക്കുന്നുണ്ട്? സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരുപാട് സമൂഹത്തെ, ഒരുപാട് ആളുകളെ എന്ത് ബാധിച്ചിട്ടുണ്ട്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം ബാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അവരുടെ സ്ത്രീകളുടെ അവസ്ഥ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലുദ്ദിസം ആൻഡ് പെട്രോൾ മസാക്കർ കേട്ടോ, അതായത് ലുദ്ദിസവും പീറ്റർലൂ കൂട്ടക്കൊലയും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ലുദ്ദിസം റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ്. പീറ്റർലൂ മസാക്കർ, പീറ്റർലൂ കൂട്ടക്കൊല, അതും 2-3 മാർക്ക് ചോദിച്ചാണ്. അവസാനം ഈ ഒരു ഇഷ്യൂസിനൊക്കെ അവസാനം എന്ത് സംഭവിച്ചു? ബ്രിട്ടനിൽ ഒരുപാട് ലോസ് അഥവാ നിയമങ്ങൾ എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ നിയമങ്ങൾ ഏതൊക്കെയാണ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും തൊഴിലാളികളുടെയും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് ലോസ് അല്ലെങ്കിൽ റൂൾസ്, നിയമങ്ങൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ആ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ടോപ്പിക്കുകൾ. ഇത് നിന്നുള്ള ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും വൺ ഷോട്ട് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിനാണ് എഡ്യൂപോർട്ടിൻ്റെ എന്തുള്ളത്, ബൂസ്റ്റർ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എഡ്യൂപോർട്ടിൻ്റെ ബൂസ്റ്റർ ക്രാഷ് ബാച്ച് എന്തിനാടാ? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് +1 ഹിസ്റ്ററി സെറ്റാക്കണം. അപ്പോൾ ഇതിൻ്റെ ഫീസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും. അല്ലെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാനിതിൻ്റെ ഫീസും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ nafi.edupod ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്യുക. കാരണം ഈ ഒരു ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കും ചോദിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ ടോപ്പിക്കൊക്കെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഉഴപ്പൊക്കെ മാറ്റിട്ടോ. അതായത് ഇനിയും +1നെ കുറിച്ച് സീരിയസ് ആവാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ +1 സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ, +1ന് വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ, +1 നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, ഒരു ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് +1 കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ആ +1ൻ്റെ സീരിയസ്നെസ്സിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ +1ൻ്റെയും +2ൻ്റെയും മാർക്ക് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തിനുണ്ടാവുക, നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ഉണ്ടാവുക. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് സെറ്റാക്കി പഠിച്ചാലേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ഉഷാറാക്കി പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് +1 സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ട PYQs, വൺ ഷോട്ട് നോട്ടുകൾ, റെക്കോർഡ് ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ് ഓപ്ഷൻസ് എല്ലാം ഉള്ളത് എഡ്യൂപോർട്ടിൻ്റെ ബൂസ്റ്റർ ക്രാഷ് ബാച്ചിലാണ്. അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞുതരാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.